കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക്. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MMT003 MSc മാത്തമാറ്റിക്സിലെ ഓൾജിബ്രയിലെ ഇനി വരുന്ന ഡിസംബർ 2025 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇഗ്നോ TEE PYQUA ഇൻഡെപ്ത് അനാലിസിസ് ആൻഡ് പ്രെഡിക്റ്റീവ് ഗൈഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു ഗൈഡിലൂടെ എക്സാമിന് നമുക്ക് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ എക്സാം ഡാറ്റ പരിഗണിച്ച് നമ്മുടെ ഒഫീഷ്യൽ സിലബസിലെ ഹൈ യിൽഡ് ഏരിയാസ്, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ സ്റ്റൈൽ, മാർക്ക് വെയിറ്റേജ് പാറ്റേൺ എന്നിവ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ എക്സാമിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നും ഏതൊക്കെ ടോപ്പിക്സിൽ പ്രയോറിറ്റി കൊടുക്കണമെന്നുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഈ ഒരു ഗൈഡിലൂടെ കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ അവസാനം നമ്മളൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് വൺ, ഡോക്യുമെന്റ് റോഡ് മാപ്പ്, സിലബസ് മാപ്പിംഗ്. നമ്മുടെ സിലബസ് ബ്ലോക്സ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ്, ഗലോയ്സ് എന്നുള്ള ഓരോ ബ്ലോക്സിലും നമുക്ക് സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് മാർക്ക് വെയിറ്റേജിനനുസരിച്ച് പഠിക്കേണ്ടത് എന്നുള്ള, ഏതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഈ ഒരു സിലബസ് മാപ്പിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ്, എക്സാമിൻ്റെ പാറ്റേണിൻ്റെ ഫോർമാറ്റ്സ്, എവിടേക്കാണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി തോന്നാറുള്ളത്, അതുപോലെ അതിൻ്റെ മാർക്ക് ട്രെൻഡ്സ്, ഓരോ എക്സാമിൻ്റെയും ഓരോ വർഷത്തെ പരിഗണിക്കുമ്പോൾ നമ്മൾ ട്രൂ ഓർ ഫാൾസ് സ്റ്റാറ്റസ്, അതുപോലെ CRT കമ്പ്യൂട്ടേഷൻസ്, അതുപോലെ ഓർബിറ്റ് സ്റ്റെബിലൈസർ കൗണ്ട്സ്, UFD, PID ചെക്സ്, ഇതൊക്കെ എങ്ങനെയാണ് ടൈമിനനുസരിച്ച് നമുക്ക് എഴുതേണ്ടത് എന്നുള്ളൊരു അനാലിസിസ് ആണ് ഈ ഒരു ഗൈഡിലൂടെ നമ്മൾ തരാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ, റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. നമുക്ക് റിപ്പീറ്റ് സ്റ്റൈലായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എത്രയൊക്കെയാണ് അപ്പിയർ ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളൊരു ഐഡിയ, ജസ്റ്റിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടുന്നു. നെക്സ്റ്റ് വൺ, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻസ്. ഓരോ യൂണിറ്റിലെയും ഡാറ്റ ഡ്രിവൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള പ്രഡിക്ഷനും കാര്യങ്ങളുമാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ. നമ്മൾ അവസാനം ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുവാനും അതുപോലെ അക്യുറൻസി, സ്റ്റെപ്പ് ഷോവിങ് എന്നെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. എക്സാമിങ് സ്റ്റൈൽ അനുസരിച്ച് ഓരോ മാർക്ക് ബ്രേക്കപ്സും കാര്യങ്ങളനുസരിച്ച് എങ്ങനെയൊക്കെയാണ് മാർക്കിംഗ് സ്കീമിനനുസരിച്ച് നമുക്ക് വളരെ ഡെപ്ത് ആയിട്ടും വളരെ ക്ലിയർ ആയൊരു പ്രസൻറ്റേഷനിലൂടെ എക്സാം എഴുതാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, മെത്തഡോളജി. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ മാർക്കിനനുസരിച്ചും ഫ്രീക്വൻസി എത്രയ്ക്കാണ് ഓരോ ടോപ്പിക്കിനും വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ പാറ്റേണും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ അൾജിബ്രായിക്കും പ്രിൻസിപ്പിൾസും എത്രയൊക്കെയോ കൺസെപ്റ്റ് കവറേജ് ആണ് നമുക്ക് പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മെത്തഡോളജിയിലൂടെ പറയുന്നു. അതായത് നമ്മൾ ഓരോ റോഡ് മാപ്പും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഓരോ മാർക്സിനനുസരിച്ച് എത്രത്തോളം സ്റ്റഡീസിന് പ്രയോറിറ്റി കൊടുത്ത് എഴുതണം എന്നുള്ളൊരു കാര്യം ഈ ഒരു ഡിസംബർ 2025 എക്സാമിന് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും സ്കോറ് വളരെയധികം ഹൈ സ്കോറിലേക്ക് ഫോക്കസ് ചെയ്യിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ, സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. നമ്മളിവിടെ തന്നിട്ടുള്ളത് ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്സ് എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റെലവൻസും കാര്യങ്ങളുമാണ് തന്നിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് വൺ, യൂണിറ്റ് 1
ബ്ലോക്ക് 1 യൂണിറ്റ് 1 ബേസിക് ഗ്രൂപ്പ് തിയറി എ റിവ്യൂ എന്ന യൂണിറ്റിലെ ടോപ്പിക്സ് ആണ് തന്നിട്ടുള്ളത്. ലോ റെലവൻസിന് വരുന്നതാണ് എങ്കിലും ശ്രദ്ധിച്ചു പോകുക. നോർമൽ സബ് ഗ്രൂപ്പ്സ് ആൻഡ് കോഷ്യൻ ഗ്രൂപ്പ്സ് എന്ന ടോപ്പിക്ക്, അതുപോലെ ഗ്രൂപ്പ് ഹോമോമോർഫിസംസ്, സബ് ഗ്രൂപ്പ്സ് എന്നുള്ള ലോ റെലവൻസ് ടോപ്പിക്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് 4 തവണയും 2 തവണയും ഒക്കെ അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 2 ടോപ്പിക്സും കാര്യങ്ങളാണ് പറയുന്നത്. ലോ റെലവൻസിന് വരുന്ന 2 ടോപ്പിക്സ് ആണ് ലഗ്രാഞ്ചസ് തിയറം ആൻഡ് ഗ്രൂപ്പ്സ്. അതുപോലെ മീഡിയം റെലവൻസിന് 5 ടൈംസ് അപ്പിയർ ചെയ്ത മറ്റൊരു ടോപ്പിക്കാണ് ഓർബിറ്റ്സ് ആൻഡ് സ്റ്റെബിലൈസേഴ്സ്. അതുപോലെ ലോ റെലവൻസിന് വരുന്ന ടോപ്പിക്സുകളാണ് വാട്ട് ഈസ് എ ഗ്രൂപ്പ് ആക്ഷൻ ആൻഡ് ദ ക്ലാസ് ഇക്വേഷൻ, ഓർബിറ്റ്സ്, സ്റ്റെബിലൈസേഴ്സ് എന്നിവ. ഇനി ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 3 ടോപ്പിക്സുകളാണ് പറയുന്നത്. ലോ റെലവൻസിലാണെങ്കിലും 4 ടൈംസും 2 ടൈംസും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന ടോപ്പിക്സ് ആണ്. ദ നെക്ലൈസ് പ്രോബ്ലം, അപ്ലിക്കേഷൻസ് ഓഫ് സൈലോസ് തിയറം, ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ്, ഇന്റേണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ്, എക്സ്റ്റേണൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്നിവയൊക്കെ. ഇനി ബ്ലോക്ക് 2 കുറച്ച് യൂണിറ്റിലെ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ലോ റെലവൻസിന് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ 3 ടൈംസും 2 ടൈംസും അപ്പിയർ ചെയ്ത ടോപ്പിക്സുകളുണ്ട്. അതായത് എക്സിസ്റ്റൻസ് ഓഫ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഗിവൺ ഓർഡേഴ്സ്, ലീനിയർ റെപ്രസെൻറ്റേഷൻസ്, ഓർത്തോഗണൽ ആൻഡ് യൂണിറ്ററി ഗ്രൂപ്പ്സ്, ലീനിയർ ഗ്രൂപ്പ്സ്, ഫൈനൈറ്റ് അബലിയൻ ഗ്രൂപ്പ്സ് എന്നിവ ആണ് ഇതിൽ ലോ റെലവൻസിന് വന്ന ടോപ്പിക്സുകൾ. ദെൻ ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 5 പോകുമ്പോൾ അബലിയൻ ഗ്രൂപ്പ്സിൽ വന്ന ടോപ്പിക്സുകളാണ് 2 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവൻസിനാണ് വരുന്നതെങ്കിലും ഈ ടോപ്പിക്സുകൾ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോവുക. ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ഗ്രൂപ്പ്സ് ആൻഡ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അബലിയൻ ഗ്രൂപ്പ്സ്, ഫ്രീ അബലിയൻ ഗ്രൂപ്പ്സ് ആൻഡ് സ്ട്രക്ചർ തിയറം എന്നുള്ളതാണ് ബ്ലോക്ക് 2 വരുന്ന യൂണിറ്റ് 5 ടോപ്പിക്സുകൾ. ഇനി നമ്മൾ യൂണിറ്റ് 6 പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ടോപ്പിക്സുകളാണ് ഫ്രീ ഗ്രൂപ്പ്സ്, ജനറേറ്റേഴ്സ് ആൻഡ് റിലേഷൻസ്, ക്ലാസിഫൈങ് ഗ്രൂപ്പ്സ് ഓഫ് SMA എന്നുള്ളത്. ഇതൊക്കെ ലോ റെലവൻസിന് വരുന്ന ടോപ്പിക്സുകളാണ്. ഇനി വരുന്ന യൂണിറ്റ് 7 മീഡിയം റെലവൻസിന് വരുന്ന 5 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്കാണ് അപ്ലിക്കേഷൻ ടു ഫോർമൽ ലാംഗ്വേജസ്. സോ ആ ഒരു ടോപ്പിക്ക് നോക്കിപ്പോകാം. നെക്സ്റ്റ് വൺ യൂണിറ്റ് 7 ലോ റെലവൻസിന് വരുന്ന ടോപ്പിക്സുകളാണ് പറയുന്നത്. സെമി ഗ്രൂപ്പ്സ്, കോൺഗ്രുവൻസസ് ആൻഡ് ഐഡിയൽസ് ഇൻ സെമി ഗ്രൂപ്പ്സ്, മോർഫിസംസ് ഓൺ സെമി ഗ്രൂപ്പ്സ് എന്നുള്ള ടോപ്പിക്ക്. ഇനി മീഡിയം റെലവൻസിന് 8 ടൈംസ് അപ്പിയർ ചെയ്ത യൂണിറ്റ് 8 ഒരു ടോപ്പിക്കാണ് റിങ്സ് എന്നുള്ളത്. സോ ആ ടോപ്പിക്ക് എന്തായാലും നോക്കി പോകാം. നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 വരുന്ന ഐഡിയൽസ് ആൻഡ് ഹോമോമോർഫിസംസ് എന്നുള്ളത് 4 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 8 പോളിനോമിയൽ റിങ്സ് എന്നുള്ളത് 1 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 9 കുറച്ച് ടോപ്പിക്സുകളാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻസ് ആൻഡ് യുണീക് ഫാക്ടറൈസേഷൻ ഡൊമൈൻസ്, യൂക്ലിഡിയൻ ആൻഡ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻസ് എന്നുള്ളതൊക്കെ. ഇനി യൂണിറ്റ് 10 ടോപ്പിക്സ് ആണ് പറയുന്നത്. ദ ചൈനീസ് റിമൈൻഡർ തിയറം എന്നുള്ള ലോ റെലവൻസിന് വരുന്ന 3 ടൈംസ് അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക്ക്. അതുപോലെ യൂണിറ്റ് 10 മറ്റ് 2 ടോപ്പിക്സിലാണ് ദ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ ആൻഡ് ദ കോൺഗ്രുവൻസസ് എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. ഹൈ റെലവൻസിന് 90 ടൈംസ് ചോദിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ബ്ലോക്ക് 4 യൂണിറ്റ് 11 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഫീൽഡ് തിയറിയിൽ വരുന്ന ഫീൽഡ്സ് എന്ന ടോപ്പിക്ക്. സോ എന്തായാലും മസ്റ്റായിട്ട് നോക്കി പോവേണ്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 4 യൂണിറ്റ് 11 വരുന്ന അൾജിബ്രായിക് എക്സ്റ്റൻഷൻസ് ആൻഡ് എക്സ്റ്റൻഷൻ ഫീൽഡ് എന്നുള്ളവയെല്ലാം ലോ റെലവൻസ് വരുന്നതാണ്. നെക്സ്റ്റ് വൺ മീഡിയം റെലവൻസ് വരുന്ന 5 ടൈംസ് അപ്പിയർ ചെയ്തൊരു ടോപ്പിക്കാണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് എന്നുള്ളത്. ഇനി യൂണിറ്റ് 12 വരുമ്പോൾ ഫൈനൈറ്റ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ്, ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ് ആൻഡ് സബ് ഫീൽഡ്സ് ഓഫ് ഫൈനൈറ്റ് ഫീൽഡ്സ് എന്ന 2 ടോപ്പിക്സ് ആണ് നമുക്ക് കാണാവുന്നത്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 13 വരുമ്പോൾ നോർമൽ എക്സ്റ്റൻഷൻസ് ആൻഡ് സെപ്പറബിൾ എക്സ്റ്റൻഷൻസ് എന്നുള്ളത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ സം സ്പെഷ്യൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻസ്, ഹോമോമോർഫിസംസ് ഓഫ് എക്സ്റ്റൻഷൻസ് ഓഫ് ഫീൽഡ് എന്നുള്ളത് ലോ റെലവൻസിന് വന്നിട്ടുള്ള 2 ടോപ്പിക്സുകളാണ്. ഇനിയുള്ളത് ഗലോയ്സ് എക്സ്റ്റൻഷൻസ് എന്നുള്ള യൂണിറ്റ് 13 ഒരു ടോപ്പിക്കാണ്.
അതുപോലെ യൂണിറ്റ് 14 ലോവർ എലമെന്റ്സിന് വന്നിട്ടുള്ള 3 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ദ ഗലോയ്സ് ഗ്രൂപ്പ് ആസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദ സിമെട്രിക് ഗ്രൂപ്പ് ആൻഡ് ദ ഗലോയ്സ് കറസ്പോണ്ടൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഗലോയ്സ് തിയറി. ഈ തന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിച്ച് തന്നെ പോവുക. ഹൈ ടോപ്പിക്സിൽ വരുന്നതാണ് ഗ്രേറ്റർ ദാൻ 10 ടൈംസ് അപ്പിയർ ചെയ്ത ഫീൽഡ് പോലുള്ള ടോപ്പിക്സുകൾ. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഒരു ബാർ ചാർട്ടാണ്. നമ്മുടെ ഓരോ ബ്ലോക്കിലെയും ടോട്ടൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം വന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു ബാർ ചാർട്ടിലൂടെ കാണിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ബ്ലോക്ക് 4 ബ്ലോക്കിൽ എന്താണ് തന്നിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ഫീൽഡ് തിയറി എന്നുള്ള ആ ബ്ലോക്ക് 4 എന്തായാലും നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ക്ലോസ്ലി ആയിട്ട് വരുന്ന ഒന്നാണ് ബ്ലോക്ക് 1 ഗ്രൂപ്പ് തിയറി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. അതുപോലെ അതിന് പിറകെ വരുന്നതാണ് ബ്ലോക്ക് 3 റിംഗ് തിയറിയും. അതിനുശേഷം വരുന്ന ലീസ്റ്റ് ഫ്രീക്വൻസിയിൽ വരുന്ന ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ബ്ലോക്ക് 2 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ തന്നിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഈ ഹീറ്റ് മാപ്പിൽ നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസും ഓരോ ബ്ലോക്കിൽ എത്രത്തോളം നമ്മുടെ കളർ കോഡിനനുസരിച്ച് ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ലൈറ്റ് കളേഴ്സിൽ വരുന്ന ഈ യെല്ലോ കളേഴ്സ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ. ഏതാണ് യെല്ലോ കളറിൽ വന്നിട്ടുള്ളത്? നമ്മുടെ ബ്ലോക്ക് 4 ഫീൽഡ് തിയറിയിലെ ഏതാണ് യൂണിറ്റ് 11 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഫീൽഡ് തിയറി എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ എന്തായാലും നോക്കി പോവുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയതാണ് യൂണിറ്റ് 30 ഈ ഗേറ്റ് വേ ടു ഗലോയ്സ് തിയറി. അതുപോലെ ഇവിടെയുള്ള ഈ ബ്ലൂ കളേഴ്സിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ. ഓക്കെ, ഈ ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് ലീസ്റ്റ് ആയിട്ട് ഫ്രീക്വൻസിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി കീ ഇൻസൈഡ് ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എന്തായാലും പഠിച്ചു പോകേണ്ട 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ബൈ ഫ്രീക്വൻസിയിൽ കൊടുത്തിട്ടുണ്ട്. ഫീൽഡ്സ് എന്നുള്ളത് 90 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റിങ്സ് എന്നുള്ളത് 8 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ് ഫീൽഡ്സും 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പഠിക്കേണ്ടതാണ് ഓർബിറ്റ്സ് ആൻഡ് സ്റ്റെബിലൈസേഴ്സ് 5 ടൈംസ് വന്നിട്ടുണ്ട്. ആൻഡ് നോർമൽ ആൻഡ് സെപ്പറബിൾ എക്സ്റ്റൻഷൻസ്. ഈ ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ എക്സാമിന് പഠിച്ചു പോവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ് വന്ന ഓരോ ക്വസ്റ്റ്യൻ സ്റ്റൈലും നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ കൺസെപ്റ്റ് ചെക്ക് ചെയ്യാൻ, ഷോർട്ട് പ്രൂഫ്സ് എഴുതാൻ, അതുപോലെ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതാൻ വരുമ്പോൾ മിക്കവാറും ഈ ഒരു ടോപ്പിക്സിൽ നിന്നാണ് അധികം വരാറ്. സോ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ മാർക്സ് പെർ മിനിറ്റ് പൊട്ടൻഷ്യൽ കൊടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും എത്തുന്നത് വരെ നമ്മൾ കമ്പ്യൂട്ടേഷൻസും കാര്യങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ആൻഡ് നമുക്ക് തന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഫോർമാറ്റ്സും മാർക്സും ലെങ്ത്തും എത്രയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് സാധാരണയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവയൊക്കെ. ഫസ്റ്റ് വൺ പ്രൂഫ് ഫോർ ഡെറിവേഷൻ എന്നുള്ളത് 10 to 20 മാർക്സിന് വരുന്ന ഒരു ഏരിയയാണ്. ടിപ്പിക്കലി നമുക്ക് ഫുള്ളായിട്ട് ഒരു തിയറോ റിസൾട്ടോ തന്നിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ നമ്മളോട് മൾട്ടി പാർട്ട് ഡെറിവേഷൻ ചെയ്യാനൊക്കെ പറയും. അത് നമുക്കൊരു 150 to 250 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഒരു 10 to 15 ലോജിക്കൽ സ്റ്റെപ്സിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ് ഓർ ന്യൂമറിക്കൽ എന്നുള്ളത് 6 to 12 മാർക്സിന് വരുന്ന ഒരു ഏരിയയാണ്. കമ്പ്യൂട്ടേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺഗ്രുവൻസസ് കാണാൻ, അതുപോലെ സ്ട്രക്ചർ ചെക്സിന് ഇതൊക്കെ വരുന്ന ടൈംസിൽ നമ്മളതിന് സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് ഫൈനൽ വാല്യൂ കിട്ടുന്നത് വരെ ഒരു 8 to 12 ലൈൻസ് കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഷോർട്ട് ആൻസർ ഓർ കൺസെപ്ച്വൽ ജസ്റ്റിഫിക്കേഷൻ 3 to 5 മാർക്സിന് വരുന്ന ഒരു ഏരിയ ആണ്. ഫസ്റ്റ് വൺ അതിന് ഡിഫൈൻ ചെയ്യുക, അതിന് സ്റ്റേറ്റ് പ്രോപ്പർട്ടി കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് വൺ അത് 2 to 3 ടൈപ്പ് സെൻറ്റൻസ് വെച്ചിട്ട് ജസ്റ്റിഫിക്കേഷനും കൂടിയും കൊടുക്കുക. ഒരു 14 to 8 വേർഡ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഡെഫിനിഷൻ ഓർ ഷോർട്ട് നോട്ട് വിത്ത് എക്സാമ്പിൾ എന്നുള്ളത് 5 to 8 മാർക്സിനാണ് വരാറ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതിന് പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുക, അതിൻ്റെ കൂടെ ഒരു വർക്ക്ഡ് എക്സാമ്പിളും കൂടി ആഡ് ചെയ്യാം. സോ 80 to 120 വേർഡ്സിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ വെരി ഷോർട്ട്, അതായത് ഒരു ട്രൂ ഓർ ഫോൾസ് വിത്ത് റീസൺ ഓർ ബ്രീഫ് ഫിൽ ഇൻ ക്വസ്റ്റ്യൻസ് ഒക്കെ 1 to 2 മാർക്സിനാണ് വരാറ്. സോ മിനിമൽ ടെക്സ്റ്റ് വെച്ചിട്ട് എഴുതുക.
അതുപോലെ നമ്മളൊരു 1-2 ലൈൻസ് ഓഫ് റീസൺസും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. MCQ നമുക്ക് റെയർ ആയിട്ടൊക്കെയാണ് വരാറ്. ലെസ് ദാൻ 10% ഒക്കെയാണ് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള പെർസെൻറ്റേജ് ഉള്ളത്. നെക്സ്റ്റ് വൺ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് പ്രൂഫ് ഓർ ഡെറിവേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കതിൻ്റെ റീസണിങ്ങും കാര്യങ്ങളും ആക്സസ് ചെയ്യാം. അതുപോലെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒക്കെ കമാൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ സ്റ്റേറ്റഡ് പ്രൊപ്പോസിഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ പ്രോംപ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഹൈപ്പോത്തിസിസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കോൺസിക്വൻസസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു 10 to 12 മാർക്സിനൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് വരാറ്. അതായത് എക്സാമിനേഷൻസ് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക, ലെമ്മാസ് ഇൻക്ലൂഡ് ചെയ്യുക, കൺക്ലൂഷൻ ഇൻക്ലൂഡ് ചെയ്യാം. സോ എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു ഡെഫിനിഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെ പ്രൂഫൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു 150 to 250 വേർഡ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓർ 10 to 50 സ്റ്റെപ്സ് വെച്ചിട്ട് ഡെറിവേഷൻ്റെ കേസിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളോട് കറക്റ്റ് ലോജിക്കും വേണം, നമ്മളൊരു എക്സ്പ്ലിസിറ്റ് ജസ്റ്റിഫിക്കേഷനും അതിൻ്റെ കൂടെ വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ് ഓർ ന്യൂമറിക്കൽ കാര്യത്തിൽ വരുമ്പോൾ നമുക്കൊരു അതിൻ്റെ പ്രൊസീജിയർ ഫ്ലുവൻസി ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ അതിൻ്റെ കോൺക്രീറ്റ് സെറ്റിങ്സിലൊക്കെ നമ്മുടെ അബ്സ്ട്രാക്റ്റ് ഐഡിയാസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമ്മളോട് ചോദിക്കുന്ന നമുക്ക് ചൈനീസ് റിമൈൻഡർ അപ്ലിക്കേഷൻസ് കൊടുക്കാൻ, അതുപോലെ സബ് ഗ്രൂപ്പ് കൗണ്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് 6 to 12 മാർക്സിനാണ് ചോദിക്കാറ്. അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ഒരു ക്ലീൻ സ്റ്റെപ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ആൻസർ ഒരു ക്ലിയർലി ബോക്സിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഒരു 8 to 12 ലൈൻസിലൊക്കെ നമ്മളിത് ഈ ആൾജിബ്ര കാര്യങ്ങൾ അക്യുറേറ്റ് ആയിട്ട് ലോജിക്കലി ഓർഡേർഡ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് വൺ ഷോർട്ട് ആൻസർ ഓർ കൺസെപ്ച്വൽ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത് നമ്മുടെ മൈക്രോ റീസണിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് വൺ അതിൻ്റെ ഡെഫിനിഷൻ സ്റ്റേറ്റ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് അതിനൊരു ക്രിസ്പ് റീസണോ അല്ലെങ്കിൽ ഒരു മിനി എക്സാമ്പിളൊക്കെ വെച്ചിട്ട് അതിന് ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 3 to 5 മാർക്സിനാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ 14 to 8 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് ഫാക്റ്റും കാര്യങ്ങളൊക്കെ ഒരു 1 സെൻറ്റൻസിൽ എഴുതുക. അതുപോലെ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ചിലപ്പോൾ അതിൻ്റെ ബ്രീഫ് ഇലസ്ട്രേഷനൊക്കെ വേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഡെഫിനിഷൻ ഓർ ഷോർട്ട് നോട്ട് വിത്ത് എക്സാമ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മുടെ ഫൗണ്ടേഷണൽ ഐഡിയാസ് ഇവാലുവേറ്റ് ചെയ്യാൻ അതിന് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ ഇൻസ്റ്റാൻഷിയേറ്റ് ഒക്കെ അബിലിറ്റി കൊടുക്കണം. നെക്സ്റ്റ് 5 to 8 മാർക്സിനാണ് അത് വരുന്നത്. സോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ക്ലീൻ ഡെഫിനിഷനാണ് പ്രൊവൈഡ് ചെയ്യുക. സോ അതിൻ്റെ കൂടെ നമ്മളൊരു കീ പ്രോപ്പർട്ടിയും കൂടി ആഡ് ചെയ്യുക, ഒരു കോമ്പാക്റ്റ് എക്സാമ്പിളും കൂടി ആഡ് ചെയ്യുക. ഒരു 18 to 120 വേർഡ്സിൽ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഡയഗ്രാംസ് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഈ ടേബിളിൽ തന്നിട്ടുള്ളത് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ഓരോ ബ്ലോക്സിൽ നിന്നും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. സോ ബ്ലോക്ക് 1ൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ജൂൺ 2023 28 ഷെയറിൽ വന്നു. ബ്ലോക്ക് 2 നോക്കുമ്പോൾ ഡിസംബർ 2023 50 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3ന്റെ കേസിലാണെങ്കിലോ 24 മാർക്സിന് വരെ ചോദിച്ച കാര്യമുണ്ട് ഡിസംബർ 2023 തന്നെ. അതുപോലെ ബ്ലോക്ക് 4ൽ വരുമ്പോൾ നമ്മൾ ഡിസംബർ 2025 നമുക്ക് 42 മാർക്കിന് ചോദിച്ചൊരു ഏരിയയാണ് ബ്ലോക്ക് 4. സോ ബ്ലോക്ക് 4 ഏറ്റവും കൂടുതൽ നമ്മുടെ ഫീൽഡ് തിയറി ലാർജസ്റ്റ് വെയിറ്റിലാണ് വരുന്നത്. സോ എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സെമി ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരേ മാർക്കിന് വരുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇനി ഇവിടെ തന്നിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് നമ്മുടെ ട്രെൻഡ് കാര്യങ്ങൾ ഇയർലി ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസിനും ടോട്ടൽ മാർക്സിന്റെ പെർസെൻറ്റേജ് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നാണ് ഈ ഒരു വിഷ്വലൈസേഷനിൽ കാണുന്നത്.
സോ നമുക്ക് മനസ്സിലാക്കാം പ്രൂഫ് ഫോർ ഡെറിവേഷന് ജെന്റ്ലി അപ്വാർഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത്. അതുപോലെ ന്യൂമറിക്കൽ ഡിപ്സ് സ്ലൈറ്റ്ലി ആണ് വരുന്നത്. ഇനിയോ ഷോർട്ട് ആൻസർ ഓർ കൺസെപ്ച്വൽ എഡ്ജസ് അപ്പ് ആയിട്ടും വരുന്നുണ്ട്. അതുപോലെ ഷോർട്ട് നോട്ട് ഓർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റഡി ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് ലാസ്റ്റ് 5 സെഷൻസിൽ നിന്ന് കിട്ടുന്നത്. അതായത് പ്രൂഫ് ഫോർ ഡെറിവേഷൻസ് 38% നിന്ന് 43% വരെ ഗ്രോൺ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇൻക്രീസ്ഡ് എംഫസിസ് സിഗ്നലാണ് നമുക്ക് തരുന്നത്. സോ അത് തിയറം ലെവൽ റൈറ്റിങ്ങിനൊക്കെ വരുമ്പോൾ സ്ട്രക്ചേർഡ് റീസണിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി പ്രോബ്ലം സോൾവിങ് ഓർ ന്യൂമറിക്കൽ കേസിൽ വരുമ്പോൾ 30% നിന്ന് 25%ലേക്ക് ഈസ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റിൽ സബ്സ്റ്റാൻഷ്യൽ ആണ് എങ്കിലും എസ്പെഷ്യലി അതിൻ്റെ കോൺഗ്രുവൻസസും സ്ട്രക്ചർ ചെക്സും ഒക്കെ ക്ലിയർ ആക്കിയിട്ട് തന്നെ പോവുക. ഇനി ഷോർട്ട് ആൻസർ ഒരു കൺസെപ്ച്വൽ കേസിലാവുമ്പോൾ 80% നിന്ന് 20% ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. അതായത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ക്വിക്കായിട്ടുള്ള ഒരു കൺസെപ്റ്റ് പ്രോബ്സ് ഒക്കെ വേണം എന്നുള്ളതാണ്. അതുപോലെ ഷോർട്ട് നോട്ട്സ് 10 to 12% വരെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു 100 മാർക്ക് പേപ്പറിനെ 180 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സോ നമ്മൾ പ്രൂഫ് ഫോർ ഡെറിവേഷൻ കേസിൽ ഒരു 7 to 75 മിനിറ്റ്സ് വരെ ടൈം എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി പ്രോബ്ലം സോൾവിങ് കേസിലാണെങ്കിൽ 45 to 50 മിനിറ്റ്സ് വെച്ചിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന് ഒരു 30-35 മിനിറ്റ്സ് വരെ എടുക്കാം. അതുപോലെ ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 50 to 20 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനി 10 മിനിറ്റ്സ് ബഫറിനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ലാസ്റ്റ് ഈ ലോങ് പ്രൂഫ്സിനൊക്കെ നമ്മളൊരു ഔട്ട്ലൈനൊക്കെ കൊടുത്ത് എഴുതുന്നതിന് മുന്നേ ഒരു ഔട്ട്ലൈനൊക്കെ വരച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി ന്യൂമറിക്കൽ കേസിലാണെങ്കിൽ നമ്മൾ സ്റ്റെപ്സ് ഒക്കെ പ്രീ പ്ലാൻ ചെയ്യുക. അതുപോലെ ക്ലീൻ അരിത്മെറ്റിക്കിൽ നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഷോർട്ട് ഐറ്റംസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പ്രിസിഷൻ ആയിട്ട് ഓവർ ബ്രെഡ്ത്ത് ചെയ്യാതെ ഓവർ വിവരിക്കാതെ നല്ല പ്രിസിഷൻ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ എക്സാം പോവരുത്. സോ ഫസ്റ്റ് വൺ, കൺസ്ട്രക്ട് ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എ ഗിവൺ പോളിനോമിയൽ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഡിഗ്രി. ഇത് 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് വൺ, യൂസ് ഓർബിറ്റ് സ്റ്റെബിലൈസർ ഓർ ദ ക്ലാസ് ഇക്വേഷൻ ടു കമ്പ്യൂട്ട് ഓർബിറ്റ് സൈസസ് ഓർ സ്ട്രക്ചർ ഓഫ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് 7 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിഫൈൻ എ ഗ്രൂപ്പ് ഹോമോമോർഫിസം, ഫൈൻഡ് കേർണൽ ഓർ ഇമേജ് ആൻഡ് കൺക്ലൂഡ് ആൻ ഐസോമോർഫിസം എന്നുള്ളത് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഷോ ദാറ്റ് എ പ്രസന്റേഷൻ ഡിഫൈൻസ് എ ഫ്രീ ഗ്രൂപ്പ് ഓർ വർക്ക് വിത്ത് ജനറേറ്റേഴ്സ് ആൻഡ് റിലേഷൻസ് എന്നുള്ളത് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, പ്രൂവ് ഓർ അപ്ലൈ ദ സൈലോ തിയറംസ് ടു ഡിറ്റർമിൻ എക്സിസ്റ്റൻസ് ഓർ നമ്പർ ഓഫ് പി സബ് ഗ്രൂപ്പ്സ്. അത് 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ 6 വരുന്നത് ക്ലാസിഫൈ ഐഡിയൽസ് ഓർ റിംഗ് ഹോമോമോർഫിസം ആൻഡ് ഐഡന്റിഫൈ എ കോഷ്യന്റ് ഓർ ഇമേജ് വിയ ആൻ ഐസോമോർഫിസം തിയറം 4 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 7th വൺ, ഷോ എ സബ് ഗ്രൂപ്പ് ഈസ് നോർമൽ അണ്ടർ ഗിവൺ കണ്ടീഷൻസ് എന്നുള്ളത് 3 ടൈംസ് വന്നിട്ടുണ്ട്. ഇവാലുവേറ്റ് ലെജൻഡറി സിംബൽസ് ആൻഡ് അപ്ലൈ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ടു എ കോൺഗ്രുവൻസ് എന്നുള്ളതും 3 ടൈംസ് വന്നിട്ടുണ്ട്. Find the Galois group of a polynomial or extension and explain the subgroup subfield correspondence എന്നുള്ളത് 3 ടൈംസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, decompose a finitely generated abelian group into invariant factors or elementary divisors എന്നുള്ളത് 2 ടൈംസ് അപ്പിയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഏരിയയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോവാം. നെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ്. നമ്മളിപ്പോൾ പഠിച്ച ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻസിന്റെ ആവറേജ് മാർക്കും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നും എത്ര പ്രാവശ്യം അതിന് ആവറേജ് മാർക്ക് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സോ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നൊരു ഏരിയ ആണ് ഇതിൽ നോക്കുമ്പോൾ ഗ്രൂപ്പ് തിയറി ടു ബ്ലോക്ക് 1 ഗ്രൂപ്പ് തിയറിയിലെ യൂണിറ്റ് 3 സൈലോം തിയറംസ് എന്നുള്ളത്. സോ ഈ ഒരു പോർഷന് എന്തായാലും നോക്കി പോവാം. അതുപോലെ ഈ ഒരു ടൈം ഇത് 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഫീൽഡ് തിയറി. നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. സോ അതൊക്കെ എന്തായാലും നോക്കി പോവാം. ഇനി ഇവിടെ വരുമ്പോൾ
നമുക്ക് എന്താ കാണുന്നത്, ഒരു 3.3 മാർക്സിന് വന്നൊരു ഏരിയ ആണ് റിംഗ് തിയറി ബ്ലോക്ക് 3യിൽ വന്നിട്ടുള്ള യൂണിറ്റ് 10 കോൺഗ്രുവൻസസ് എന്നുള്ളതിലെ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ഓർ ലെജൻഡറി സിമ്പൽ എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചു പോവുക. ഓക്കെ, അതുപോലെ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് റിംഗ് ഐഡിയൽസ് ആൻഡ് ഐസോമോർഫിസം തിയറംസ് എന്നുള്ളത്. സോ ആ ഏരിയ ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മറക്കാതെ പഠിച്ചു പോകേണ്ട ഏരിയാസ് ആണ്. നെക്സ്റ്റ് വൺ, ഇപ്പോൾ തന്നിട്ടുള്ള ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഒരു പൈ ചാർട്ട് വെച്ച് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വന്നിട്ടുണ്ടെന്നാണ്. അതായത് അതർ ക്വസ്റ്റ്യൻസ് നമുക്കൊരു 39.2% വരുന്നുള്ളൂ. ബാക്കി നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, അതായത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓർ റെഡ്യൂസിബിലിറ്റി എന്നുള്ളതൊക്കെ 13.5% ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഓർബിറ്റ് സ്റ്റെബിലൈസർ ഓർ ക്ലാസ് ഇക്വേഷൻ എന്നത് 9.5% ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം പെർസെൻറ്റേജിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു പൈ ചാർട്ടിലൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ. അതിൽ ഫസ്റ്റ് വൺ, ഡ്രിൽ വിത്ത് ടൈം ബോക്സസ് എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാര്യങ്ങളാണ്. സോ അതിന് ഔട്ട്ലൈന് നമുക്ക് 5 മിനിറ്റ്സ് കൊണ്ട് വരക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 12 മിനിറ്റ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഷോർട്ട് ഐറ്റം ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 1 മിനിറ്റ് വെച്ച് പ്ലാൻ ചെയ്തിട്ട് ഒരു 3 to 4 ലൈൻസ് വെച്ചിട്ടൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് വൺ, ബിൽഡ് കനോണിക്കൽ ടെംപ്ലേറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളോട് ഒരു ഓർബിറ്റ് സ്റ്റെബിലൈസർ സ്റ്റെപ്സ് അല്ലെങ്കിൽ CRT സൈലോ ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ഫീൽഡ് വർക്ക് ഫ്ലോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു 1 പേജ് ടെംപ്ലേറ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ അത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ന്യൂ ഡാറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതൊക്കെ റിഹേഴ്സ് ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, ഇനി സ്പേസ്ഡ് റീടെക്സ്, നമ്മൾ ഓരോ ടോപ്പ് 10 ക്വസ്റ്റ്യൻസും അറ്റ്ലീസ്റ്റ് ട്വൈസ് സം ടൈം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകാൻ നോക്കുക. അത് നമുക്കൊരു കറക്റ്റ് സ്ട്രക്ചർ ഉണ്ടാക്കാനും നമ്മുടെ സ്പീഡോ അക്യുറൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എറർ റോഗ് കീപ്പ് ചെയ്യുക. ആൾജിബ്രയുടെ സ്ലിപ്സിലൊക്കെ മിസ്സിംഗ് ഹൈപ്പോത്തിസിസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതി പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഓരോ ടോപ്പിക്സും എത്രത്തോളം പ്രോബബിലിറ്റിയിലാണ് ക്വസ്റ്റ്യൻ കാര്യങ്ങൾ എത്ര പെർസെൻറ്റേജിൽ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ കാറ്റഗറി, ഏത് റെലവൻസ് കാറ്റഗറിയിലാണ് വരുന്നത് എന്നും കൂടി ഇതിൽ പറയുന്നു. സോ 100% പ്രോബബിലിറ്റിയിൽ വരുന്ന ഒരു ഏരിയ ആണ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എ പോളിനോമിയൽ ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ എന്നുള്ളത്. അതുപോലെ 70% വരുന്ന ഒരു ഏരിയ ആണ് ഓർബിറ്റ് സ്റ്റെബിലൈസർ ഓർ ക്ലാസ് ഇക്വേഷൻ അപ്ലിക്കേഷൻസ് എന്നുള്ളത്. ഇനി 50% വരുന്ന ഒരു ഏരിയ ഹോമോമോർഫിസം, കേർണൽ ഓർ ഇമേജ്, ഫസ്റ്റ് ഐസോമോർഫിസം തിയറം എന്നുള്ളത്. 40% മീഡിയ റെലവൻസിൽ വരുന്ന ഏരിയാസ് ആണ് ഫ്രീ ഗ്രൂപ്പ്സ്, ജനറേറ്റേഴ്സ് ആൻഡ് റിലേഷൻസ്, അതുപോലെ എക്സിസ്റ്റൻസ് ഓർ നമ്പർ ഓഫ് പി സബ് ഗ്രൂപ്പ്സ് വിയ സൈലോ തിയറം ആൻഡ് ഐഡിയൽസ്, കോഷ്യൻ റിംഗ്സ്, ഐസോമോർഫിസം തിയറം. അതുപോലെ ലോ റെലവൻസിന് വരുന്ന ഏരിയാസ് ആണ് നോർമൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റസ്, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലെജൻഡർ സിംബൽസ്, ഗലോയിസ് ഗ്രൂപ്പ് ആൻഡ് സബ് ഗ്രൂപ്പ് സബ്ഫീൽഡ് കറസ്പോണ്ടൻസ്, ഡിക്കമ്പോസിഷൻ ഓഫ് ഫൈനലി ജനറേറ്റ് അബിലിയൻ ഗ്രൂപ്പ്സ് എന്നുള്ളത്. ലോ റെലവൻസിനാണെങ്കിലും നിങ്ങളത് നോക്കി തന്നെ പോകുക, കാരണം ഒരു 20% 30% ഒക്കെ മാർക്സ് അതിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഓരോ ജസ്റ്റിഫിക്കേഷൻ ഫുഡ് നോട്ട്സ് ആണ് പറയുന്നത്, എത്രത്തോളം പേപ്പറിലാണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമ്മുടെ ലോങ് പ്രൂഫ് കം കൺസ്ട്രക്ഷൻ ഒക്കെ 10/10 റീസൺ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബോത്ത് കൗണ്ടിങ് ആൻഡ് സ്ട്രക്ചർ ആർഗ്യുമെന്റ്സ് ഒക്കെ 7/10 പേപ്പേഴ്സിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി കേണൽ ഓർ ഇമേജ് കമ്പ്യൂട്ടേഷൻ ഒക്കെ ഐസോമോർഫിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന കേസസ് ഒക്കെ 5/10 വന്നിട്ടുണ്ട്. ഇനി 4/10 പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രസന്റേഷൻ അസസ് ചെയ്യാൻ, അതുപോലെ യൂണിവേഴ്സൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ഫ്രീ ഗ്രൂപ്പ്സിന്റെ കേസ് പറയുന്നതൊക്കെ. ഇനി 4/10 അപ്പിയർ ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ് മിക്സ്ചർ ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് നമ്പർ ഓഫ് സൈലോ പ്രൂഫ്സ്, അതുപോലെ ടിപ്പിക്കൽ പ്രോംസ്, ക്ലാസിഫൈ ഐഡിയൽസ് ഓർ ഐഡന്റിഫൈ പോർഷൻസ് എന്നുള്ള ഏരിയാസ് ഒക്കെ. നെക്സ്റ്റ് വൺ നമ്മുടെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. ഹൈ പ്രയോറിറ്റിയിൽ പഠിക്കേണ്ട ഏരിയ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഏരിയ? സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആൻഡ് ഡിഗ്രി, ഗലോയ്സ് ബേസിക്സ് ലിങ്ക്ഡ് ടു കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു ഏരിയ. സോ എന്താണ് നമ്മളോട് അതിൻ്റെ 5 സ്റ്റെപ്പ് വർക്ക് ഫ്ലോ ഉണ്ടാക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് വൺ ഇറഡ്യൂസിബിലിറ്റി, ദെൻ അഡ്ജോയിൻ റൂട്ട്സ്, ദെൻ ടവർ ലോ, ദെൻ മിനിമൽ പോളിനോമിയൽ ഡിഗ്രീസ്, എന്നിട്ടതിന് ബേസിസ് റൈറ്റപ്പം കൂടി ആഡ് ചെയ്യാം.
നെക്സ്റ്റ് വൺ, അത് 2 ഫുൾ പ്രൂഫ്സിൻ്റെ കേസിലൊക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ നിന്ന് കൺസ്ട്രക്ഷനും എക്സാമ്പിളും കൂടി ആഡ് ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ഒരു ഏരിയ ആണ് ഹോമോമോർഫിസം ഫസ്റ്റ്, ഐസോമോർഫിസം, അതുപോലെ ഫ്രീ ഗ്രൂപ്പ്സ് ഓർ പ്രസന്റേഷൻസ്, സൈലോ തിയറംസ്, ഐഡിയൽസ് ആൻഡ് ഐസോമോർഫിസം തിയറം എന്നുള്ളതൊക്കെ. സോ അതിനൊരു ചെക്ക് ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഡിവിസിബിലിറ്റിയും കോൺജുഗസി ഒക്കെ ചോദിക്കുമ്പോൾ ചെക്ക് ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ 2 മിനിറ്റ്സ് എടുത്തിട്ട് തിയറൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. നമ്മളൊരു ടീച്ച് ബാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഡെഫിനിഷൻസിന്ന് നമ്മളൊരു ക്വിക്ക് റിക്കാർഡ്, എന്താ പ്രൂഫ്സ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ക്വിക്ക് റിക്കാർഡൊക്കെ വരികയാണെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഡെഫിനിഷൻസിന് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ലോ പ്രയോറിറ്റി എന്താണ് വരുന്നത്? നോർമാലിറ്റി ടെസ്റ്റ്, ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി, ഗാലോയ്സ് ഗ്രൂപ്പ് ആൻഡ് എഫ് ജി അബലിയൻ ഡികമ്പോസിഷൻ എന്നുള്ളതൊക്കെ നമ്മളോടൊരു മിനി സെറ്റ്സ് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതായത് അതിൻ്റെ ടിപ്പിക്കൽ ട്രാപ്സിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എറർ ലോഗൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ എന്താണ് പറയുന്നത്? ഈ മുകളിൽ തന്നിട്ടുള്ള ഓരോ ടോപ്പിക്കും നമ്മൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോവുക. അതായത് ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളും ഉണ്ടാക്കുക. നെക്സ്റ്റ് 12 to 15 മിനിറ്റ്സ് വെച്ചിട്ട് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി വരുന്നത് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ ആൾജിബ്ര പേപ്പർ മാക്സിമം 50 മാർക്സിനാണ് വരുന്നത്. 2 hours വരെ ടൈം എടുക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൾസറി ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 2 to 6 ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ അല്ല, അലൗഡ് അല്ല. ഓക്കെ, ഫസ്റ്റ് വൺ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്സിന് വരുന്ന ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വീതം വരുന്നുണ്ട്. സോ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 ക്വസ്റ്റ്യൻസും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഫസ്റ്റ് വൺ, if h less than or equal to g has index p, then h is always a normal subgroup of g. And b part, a non-constant polynomial f belongs to q of x with no rational root must be irreducible over q. Next one, every finite integral domain is a field. And d, for a finite group action g to s and s belongs to s, mod g equal to mod orbit of s, mod stability of s. And e, for an odd prime p minus 1 by p equal to 1 if p congruent to 1 mod 4. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എഴുതുക. അതിൻ്റെ കൂടെ റീസൺസും കൂടി ജസ്റ്റിഫൈ ചെയ്യുക. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, കൗണ്ടർ എക്സാമ്പിളും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് ആക്ഷൻസ് ആൻഡ് ഐസോമോർഫിസം തിയറത്തിൽ നിന്ന് വരുന്നതാണ്. സ്റ്റേറ്റ് ദ ഓർബിറ്റ് സ്റ്റെബിലൈസർ തിയറം ആൻഡ് ദ ക്ലാസ് ഇക്വേഷൻ ഫോർ എ ഫൈനൈറ്റ് ഗ്രൂപ്പ് action, explain each term. 3 മാർക്സിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, എ ഗ്രൂപ്പ് ജി ഓഫ് ഓർഡർ 21 acts on a set S of 20 elements with no global fixed point. Show that the action must contain an orbit of size 3 or 7. 4 മാർക്സിനാണ് വരുന്നത്. Let 5 from G to H be a surjective homomorphism with kernel K. Prove that G by K isomorphic to H and illustrate with a concrete example by explicitly describing causes and the induced map എന്നുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അതുപോലെ ഫീൽഡ് തിയറി, സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആൻഡ് ഗലോയ്സ് ഗ്രൂപ്പ്സിൽ 10 മാർക്സിന് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ, അതുപോലെ നമ്മൾ സ്പ്ലിറ്റിംഗ് ഫീൽഡ് കെ ഓഫ് എഫ് ഓവർ ക്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ ഗ്രൂപ്പ് അപ് ടു ഐസോമോർഫിസം ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനുമാണ്. അതിൽ ജനറേറ്റേഴ്സും റിലേഷൻസും ഒക്കെ എന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക കൂടിയും വേണം. ആൻഡ് റിങ്സ് ആൻഡ് ഐഡിയൽസ് ആൻഡ് കോൺഗ്രുവൻസ് എന്നുള്ള ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൈനീസ് റിമൈൻഡർ തിയറം വെച്ചിട്ട് സിസ്റ്റം സോൾവ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ഗോസസ് ലമ്മ യൂസ് ചെയ്തിട്ട് ഐൻസ്റ്റീൻ ക്രൈറ്റീരിയ വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ റിങ് Z24 ഉണ്ട്. അതിൻ്റെ എല്ലാ ഐഡിയൽസും മാക്സിമൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കൗണ്ട്സ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഫൈനൈറ്റ് അബലിയൻ ഗ്രൂപ്പ്സ് ആൻഡ് സൈലോ മെത്തേഡ്സിൽ വന്നിട്ടുള്ളതാണ്. നമ്മളോട് എല്ലാ അബലിയൻ ഗ്രൂപ്പ്സിനെയും ഓർഡർ 500 വരുന്നത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. സോ അതിൻ്റെ കൂടെ ഇൻവാരിയൻറ്റ് ഫാക്ടേഴ്സും കൂടി റൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ്
ഗ്രൂപ്പ് ഓഫ് ഓർഡർ 15 തന്നിട്ടുണ്ട്. അത് സിമ്പിൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ സൈലോ തിയറംസിൻ്റെ പ്രൂഫും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ലെറ്റ് G be a finite group and P a prime. Show that any homomorphism G to auto ZP has image cyclic. Deduce one structural consequence for groups of order divisible by P എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, നമ്പർ തിയറി, ഫ്രീ ഗ്രൂപ്പ്സ് ആൻഡ് സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലെജൻഡറി സിമ്പല് നമ്മളെ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ആൻഡ് നെസസറി സപ്ലിമെന്ററി ലോസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, സെറ്റ് എസ് നിന്ന് ഫ്രീ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എസ് തന്നിട്ടുണ്ട്, അതുപോലെ അതിന് വേർഡ് W = തന്നിട്ടുണ്ട്. അതൊരു യുണീക്ക് റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ നെക്സ്റ്റ് വൺ, ഷോ ദാറ്റ് ഐഡിയൽ തന്നിട്ടുണ്ട്. അത് നോട്ട് പ്രിൻസിപ്പിൾ ആണെന്ന് ഷോ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ Z(x) എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്, PID അല്ല എന്നുള്ളത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാംഗ്വേജ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ക്വസ്റ്റ്യൻസും റെക്കറൻറ്റ് ടോപ്പ് 10 ക്വസ്റ്റ്യൻ ആയിട്ട് ക്ലിയർ റിഹേഴ്സൽ ചെയ്തിട്ട് തന്നെ പോവാം. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.